എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എന്നാലും ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും വീട്ടിലെ പോലെ. എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ഒരു വ്ളോഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം രാവിലത്തെ ജോലികളാണ് മെയിനായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഈ രാവിലെ എഴുന്നേറ്റ് കഞ്ഞിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അരി ഇടാൻ പോവാണേ. അപ്പം അരി കഴുകി അടുപ്പത്ത് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ തലേദിവസം തന്നെ ചോറൊക്കെ വെച്ച് വെക്കും. ഇനി ചില ദിവസങ്ങളിൽ എനിക്ക് മടി പിടിക്കുന്ന ദിവസമൊക്കെ ഞാൻ തലേദിവസം വെക്കത്തില്ല. പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ട് പോയിട്ടാണ് പല്ലൊക്കെ തേച്ചിട്ട് വരുന്നത്. അതിന് ശേഷമാണ് ഞാൻ അരിയൊക്കെ കഴുകിയിടുന്നത്. അപ്പോൾ ആ സമയത്ത് കാപ്പിക്കുള്ള വെള്ളവും കൂടെ ഞാൻ ആ കഞ്ഞിക്കലത്തിൽ നിന്ന് തന്നെ എടുക്കും. അപ്പം രണ്ടിനും കൂടെ ഒറ്റ അടുപ്പിൽ കത്തിച്ചാൽ മതിയല്ലോ എന്നുള്ള എളുപ്പപ്പണിയും കൂടി ആവുമല്ലോ. അപ്പോൾ അരി കഴുകി വെച്ചതിന് ശേഷം നമ്മുടെ കഞ്ഞിയുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാപ്പിക്കുള്ള വെള്ളം എടുക്കുവാണ്. കട്ടൻ കാപ്പി കുടിക്കാനായിട്ടുള്ള വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഗ്ലാസ് അളന്നെടുക്കുവാണ്. അപ്പോൾ കൂടുതൽ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കറക്റ്റ് അളവിൽ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അളന്നെടുക്കുവാണ്. അപ്പം അതും കൂടി ഒന്ന് പൊടിയിട്ടതിന് ശേഷം നമുക്ക് അരി അടുപ്പത്തിട്ടിട്ട് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ കപ്പിനകത്താണ് സാധാരണ ഞാൻ എപ്പോഴും കട്ടനും ചായയൊക്കെ വെക്കുന്നത്. കാരണം എനിക്ക് എളുപ്പം അതാണ്. മറ്റേ കാപ്പിയൊക്കെ വെക്കുന്ന പാനുണ്ട്, അതിനകത്ത് ഞാൻ സാധാരണയായിട്ട് വെക്കാറില്ല. പിന്നെ ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് എടുക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഈ ഒരു ചെറിയ അടുപ്പുണ്ടാകത്തിലാണ് ഞാൻ സാധാരണയായിട്ട് വെക്കുന്നത്. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡലിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതേണ്ട മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അത് ഉപ്പിട്ടൊന്ന് കലക്കി വെക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഇവിടെ സാധാരണയായിട്ട് ദോശയാണ് രാഹുലിന് ഇഷ്ടം. പക്ഷെ ഞാൻ ഇന്ന് ഇഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എളുപ്പപ്പണി അതാണല്ലോ. ചേട്ടനാകുമ്പോൾ ഇഡലിയും കഴിച്ചോളും. ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോഴത്തേന് എപ്പോഴും ഞാൻ കഷ്ണങ്ങളൊക്കെ ഒത്തിരി ഇട്ടാണ് സാമ്പാർ വെക്കുന്നത്. യൂട്യൂബിനകത്ത് കണ്ടിട്ടൊരു സാമ്പാർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉള്ളി സാമ്പാർ എന്ന് പറയുന്ന സാമ്പാർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ മാവ് ഒന്ന് കലക്കി വെക്കുവാണ്. അതിന് ശേഷം നമുക്ക് സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം. പിന്നെ മാവ് കലക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ മറ്റേ അടുപ്പൊന്ന് കത്തിക്കുവാണ്. അപ്പോൾ കഞ്ഞി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ വലിയ അടുപ്പിലോട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഇനി പരിപ്പ് നമുക്ക് ഈ വലിയ അടുപ്പിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങനെ ചെയ്യുന്നത്. ചില ദിവസങ്ങളിലൊക്കെ 4 അടുപ്പും കത്തിച്ചായിരിക്കും ചിലപ്പം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സാമ്പാറായതുകൊണ്ട് ചോറിനും എടുക്കാം, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡെലിക്കും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കട്ടൻ കാപ്പിയും കൂടി എടുത്ത് വെക്കുവാണ് കുടിക്കാനായിട്ട്. ജോലി ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് കട്ടൻ കാപ്പി കുടിച്ചുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയും കൂടെ ചെയ്യുന്നത്. അപ്പം ഞാൻ കഞ്ഞി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ആദ്യം തന്നെ ഇഡലി ഉണ്ടാക്കി വെച്ചേക്കാന്ന് ഓർത്ത് ഇഡലി ഉണ്ടാക്കിയിട്ട് നമ്മുടെ കാസറോളിനകത്ത് വെക്കുവാണെങ്കിൽ അതവിടെ ഇരുന്നോളുമല്ലോ. അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്കി കഴിഞ്ഞാൽ പുളി കൂടും ദോശമാവിന്. അപ്പം പുളി കൂടിയാൽ ഇവിടെ എനിക്ക് രാഹുലിന് വലിയ താല്പര്യമൊന്നുമില്ല പുളിയുള്ള പലഹാരങ്ങളോട്. അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കുവാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള പുളിയില്ല, ചെറിയതായിട്ടൊരു പുളിയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പച്ചമ്പൊക്കെ എടുത്ത് ഞാൻ അടുപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. അതിന് ശേഷം നമുക്ക് തട്ടിനകത്തോട്ട് എണ്ണയൊക്കെ പറ്റിയിട്ട് ഒന്ന് കോരി ഒഴിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് പരിപ്പ് ഞാൻ അപ്പുറത്തെ അടുപ്പേ വെക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോഴത്തേന് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം പെട്ടെന്ന് എണ്ണയൊക്കെ പുരട്ടി വെക്കുവാണെന്ന് നമ്മുടെ ഇഡലി തട്ടയിൽ. എന്നിട്ട് പക്ഷേ എത്രയൊക്കെ ഞാൻ എണ്ണ പുരട്ടിയിട്ട് ഇഡലി തട്ടയിൽ വെച്ച് ഇഡലി ഉണ്ടാക്കിയാലും തണുത്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ കുറച്ചൊക്കെ അതേ പറ്റി പിടിക്കും. എന്താണെന്ന് അറിയത്തില്ല. ചിലർ പറയുന്നത് നമ്മളൊന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം മാവ് കോരി ഒഴിക്കാനുള്ളൂ, അപ്പോൾ റെഡിയാവും എന്ന് പറയുന്നതൊക്കെ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് കുഴപ്പമില്ല കിട്ടും. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ ധൃതിക്ക് എടുക്കുന്നതുകൊണ്ടായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ കഴിക്കാൻ കൊടുക്കാനുള്ള ധൃതിക്ക് എടുക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പം ഒട്ടിപ്പിടിക്കുന്നത്. പക്ഷേ ഇഡലി നല്ല സോഫ്റ്റും നല്ലതായിട്ടും വരും. പക്ഷേ തട്ടയിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ചൊക്കെ തട്ടയിൽ പിടിച്ചിരിക്കും, അതാണ് കാര്യം കേട്ടോ. അപ്പം ഞാനൊന്ന് കോരി ഒഴിച്ച് വെക്കട്ടെ.
അപ്പോൾ 2 തട്ടയിലും വേണ്ട മാവൊക്കെ കോരി ഒഴിച്ച് വെച്ച് അതിനുശേഷം ഒരു ഇത് വെന്ത് കഴിയുമ്പോൾ ഒരു ചെറിയ തട്ടൂടെ ഉണ്ടാക്കി വെച്ചാൽ മതിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരു ഒറ്റ ട്രിപ്പേ നമുക്ക് 9 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്നു ഇതിൻ്റെ എണ്ണം അനുസരിച്ച്. അപ്പോൾ അതനുസരിച്ച് ഒരു തട്ടൂടെ ഒരു 4 കൂടെ ഉണ്ടാക്കിയാൽ എക്സ്ട്രാ വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഞാൻ കോരി ഒഴിച്ച് എപ്പോഴും ഉണ്ടാക്കി വെക്കും. ഒരെണ്ണം എക്സ്ട്രാ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അത് കോരി ഒഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്തിനോ ചേട്ടൻ വിളിച്ച് ഞാൻ അപ്പോൾ അകത്തോട്ട് പോയതാണ്, മൂടി വെക്കാനായിട്ട് മറന്നുപോയി. പിന്നെ തിരിച്ച് വന്നിട്ടാണ് അത് മൂടി വെച്ചത്. ഇങ്ങനെയൊക്കെയാണ് ഇടയ്ക്ക് എന്തെങ്കിലും കാര്യത്തിനൊക്കെ വിളിച്ചാൽ പകുതിക്ക് പണിയിട്ടിട്ട് അങ്ങോട്ട് പോകും. അത് കഴിയുമ്പോഴത്തേന് പിന്നെ തിരിച്ച് വന്നാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ ഇഡ്ഡലി വേവാൻ വെച്ചിട്ട് ഞാൻ പരിപ്പടുപ്പത്ത് വെക്കാൻ പോവാണ്. ഇനിയിപ്പം നമുക്ക് ചെറിയ സാമ്പാർ ഉണ്ടാക്കണമല്ലോ. സാധാരണ രീതിയിലുള്ള സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഞാൻ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് വിചാരിച്ച് ചേട്ടൻ നന്നായിട്ട് കുറ്റം പറഞ്ഞു കേട്ടോ. ചില ദിവസങ്ങളൊക്കെ നമുക്ക് പാളിച്ച് പറ്റിപ്പോയാൽ അന്നത്തെ ദിവസം നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര കുറ്റങ്ങളായിരിക്കും. അന്നത്തെ ദിവസത്തെ സാമ്പാറിന് എനിക്ക് 100 കൂട്ടം കുറ്റങ്ങൾ ഞാൻ കേൾക്കേണ്ട വന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നും സാമ്പാർ ഒത്തില്ല, സത്യത്തിൽ അതാണ്. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയാണ് നമുക്ക് ഭയങ്കരമായിട്ടത് പ്രശ്നങ്ങളൊക്കെ വരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല നമ്മൾ ചെയ്തു വെക്കുന്നത്. എൻ്റെ കൈപ്പഴമാണോ അതോ എന്താണോ ഞാൻ നോക്കി ചെയ്തതിൻ്റെ തെറ്റുകേടാണെന്നൊന്നും അറിയത്തില്ല. സാമ്പാർ കാശിന് കൊള്ളത്തില്ലായിരുന്നു, അതാണ് കാര്യം. അപ്പം ഞാൻ പരിപ്പ് നടുപ്പത്തിട്ടിട്ട് നമ്മൾ സാമ്പാർ വെക്കുന്നതിലേക്ക് കരക്കട്ടെ. ഇപ്പോൾ പരിപ്പ് വേകാനായിട്ട് വെച്ചതിന് കഴിഞ്ഞിട്ട് ഞാൻ കാട്ടണ ചാലെടുത്ത് കുടിക്കുകയാണ്. അത് കുടിച്ചിട്ട് ബാക്കി അരിഞ്ഞെടുക്കാൻ കുറച്ച് കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് എടുക്കണം. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൂടെ ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ ഉരുളക്കിഴങ്ങ് ഇട്ടതാണോ എന്നറിയത്തില്ല. ഒരു തക്കാളി ഇട്ടാണ് നമ്മൾ സാമ്പാർ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയോ പാളിച്ചകൾ കൊണ്ടായിരിക്കാം ചിലപ്പം. പിന്നെ മല്ലിയില ഇല്ലായിരുന്നു, മല്ലിയില ഇടാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല, സത്യം അതാണ്. പിന്നെ രാഹുലിന് പിന്നെ അങ്ങനെ അഭിപ്രായങ്ങളൊന്നും അവൻ പറയാറില്ല. നല്ലതാണെന്ന് ചോദിച്ചാൽ നല്ലതാണെന്ന് പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകിച്ച് അവൻ്റെ അഭിപ്രായങ്ങളൊന്നും പറയാറില്ല. അപ്പോൾ അതേണ്ട നമ്മുടെ സാമ്പാറൊന്ന് റെഡിയാക്കി എടുക്കാം. കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇഡലി റെഡിയായിട്ടുണ്ട്. റെഡിയായപ്പോൾ ഞാനതൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റുവാണ്. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കാസറോളിനോട്ട് മാറ്റണം. അതിനുശേഷം ഒരു തട്ടുകൂടെ നമുക്ക് കോരി ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഡലിയും റെഡിയാകും. പിന്നെ നമ്മുടെ സാമ്പാറിന് ചേർത്താൽ മതി. സാമ്പാറിന് ചേർക്കാനായിട്ട് വേണ്ട കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ അതിലേക്ക് എക്സ്ട്രാ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാമ്പാറിലേക്ക് പുളിക്ക് ആവശ്യമായത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത്. പൊടികളൊക്കെ ആയിട്ട് എല്ലാം കടുക് വറുത്ത് നമ്മൾ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചീനച്ചട്ടിയിലോട്ട് തന്നെ കുറച്ച് പപ്പടം വറുക്കാമെന്ന് വിചാരിച്ചു. പപ്പടവും സാമ്പാറും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പിൻ്റെ കൂടെ സാമ്പാറിൻ്റെ പപ്പടം ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് പപ്പടം വറുക്കാമെന്ന് വിചാരിച്ചു. പപ്പടം വറുത്ത ബാക്കി എണ്ണയ്ക്കകത്ത് നമുക്ക് കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്ന് തോരൻ വെച്ചെടുക്കണം. അപ്പം നമുക്ക് കറികളെല്ലാം ഓക്കെ ആവും. ഇതിനിടയ്ക്ക് ഞാൻ ക്യാബേജും ഒക്കെ അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പം എന്നിട്ട് നമ്മുടെ ചീനച്ചട്ടിക്കകത്തോട്ട് ബാക്കിയുള്ള കടുകെല്ലാം കൂടെ പൊട്ടിച്ചിട്ട് നമ്മുടെ ക്യാബേജും കൂടെ ഇട്ടൊന്ന് തോരൻ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ച് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. എല്ലാം ഇതിനിടയ്ക്ക് തന്നെ നിന്നുകൊണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ചോറുംപതിയൊക്കെ എടുക്കണം. പിന്നെ ഇഡലി സാമ്പാറൊക്കെ ചേട്ടന് കൊടുക്കണം. അത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ. പിന്നെ ഞാൻ ഇന്നലെ എന്തോ കുറച്ചും തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട്. അത് കുറച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് തേങ്ങാ ചമ്മന്തിയും ഈ സാമ്പാറും ഉണ്ട്, അത് കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സാമ്പാറും കൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല സത്യത്തിൽ സാമ്പാർ വെച്ചിട്ട് കേട്ടോ. നമ്മളുള്ള കാര്യം പറയുന്നതിന് എന്താ, ഞാൻ വെച്ച സാമ്പാറാണേലും എനിക്കിഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ കഴിക്കണ്ടേന്ന് വിചാരിച്ച് ചേട്ടനോടൊന്ന് ചെന്ന് അഭിപ്രായം ചോദിച്ചപ്പം ചേട്ടൻ്റെ നല്ലത് കിട്ടി. പിന്നെ ഇടയ്ക്ക് ക്യാബേജ് തോരനൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ പപ്പടമൊക്കെ അടച്ചുകൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ചോറുംപതിയൊക്കെ എടുത്തു. അതിനിടയ്ക്ക് ചേട്ടൻ എഴുന്നേറ്റ് ചേട്ടന് കട്ടൻ കാപ്പിയൊക്കെ കൊടുത്തു. ഇതിൻ്റെ ഒന്നും വീഡിയോസൊന്നും എടുക്കുന്നില്ല, ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു. അതിന് ശേഷം പിന്നെ കഴിക്കാനായിട്ട് ഇഡലി സാമ്പാറും ഒക്കെ കൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്.